ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ബാഡ് ന്യൂസ് തന്നെയാണ് എത്തിക്കാനുള്ളത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ചതിന് പിന്നാലെ യുവതി മരിച്ചു. ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസ്മ 5ാമത്തെ പ്രസവത്തിലാണ് മരിച്ചത്. മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയും ശേഷം പോലീസ് ഇടപെട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വിഷയത്തിൽ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി കൊടുത്തു. പെരുമ്പാവൂരിൽ പോലീസ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ. അപ്പോൾ മലപ്പുറം ചെട്ടിപ്പറമ്പിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത്. അവര് വാടകയ്ക്ക് താമസിക്കുകയാണ് മലപ്പുറത്ത്. എന്നാൽ ആ യുവതിയുടെ വീട് പെരുമ്പാവൂരാണ്. 5ാമത്തെ പ്രസവത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ 5ാമത്തെ പ്രസവം വീട്ടിൽ നടക്കുന്നതിനിടയിലാണ് ആ ഒരു യുവതിക്ക് ഇങ്ങനൊരു ദാരുണാന്ത്യം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു വിഷയം കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എത്തിയത്, നമ്മളതിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അക്യുപഞ്ചർ പഠിച്ചിറങ്ങിയ 2 ദമ്പതികൾ അവരുടെ പ്രസവം അവർ വീട്ടിൽ തന്നെ നടത്തുകയും എന്നിട്ട് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരികയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എത്തി അവർ അതിനെപ്പറ്റി പറയുകയും എല്ലാവരും അതൊരു ചർച്ചയായി ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ വീട്ടിൽ പ്രസവം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ അധികം പേരുണ്ട്. കാരണം ആ ഒരു വീഡിയോയിൽ തന്നെ കമന്റുകളായിട്ട് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിരുന്നു. ഈ ഒരു വീട്ടിൽ പ്രസവിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പഠിച്ച നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ആ വൈറ്റാറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ പ്രസവം എടുത്തിരുന്നു. അവരും കുറേയൊക്കെ പരിശീലനങ്ങൾക്കൊടുവിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് കയറി പ്രസവം എടുക്കാൻ ശ്രമിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾക്കറിയില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഇനി പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയുള്ളൂ. എന്ത് തന്നെയായാലും ഈ ആസ്മ എന്ന് പറയുന്ന ലേഡി 5ാമത്തെ പ്രസവത്തിലാണ് മരിച്ചിട്ടുള്ളത്. എന്തായാലും കുട്ടി സേഫ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ മരണത്തോട് അനുബന്ധിച്ച് ഭർത്താവ് അവരെ വീട്ടിലേക്ക്, അതായത് പെരുമ്പാവൂരാണ് അവരുടെ സ്വദേശം, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ വീട്ടുകാരാണ് പോലീസിൽ അറിയിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പുറംലോകം അറിയുന്നത്. വീട്ടിൽ പ്രസവിക്കാൻ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇതൊരു പാഠമായിട്ട് തന്നെ എടുക്കണം. കാരണം പ്രസവം എന്ന് പറയുന്നത് അത്ര ചെറിയ പ്രോസസ്സ് അല്ല, അതൊരു വലിയ പ്രോസസ്സ് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെ തന്നെയാണ് പഠിച്ച ആൾക്കാർ നമ്മുടെ ഈ ഒരു ലോകത്തുള്ളത്. അങ്ങനെ തന്നെ ചെയ്യുക, അല്ലാതെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിലേക്ക് പോവാതിരിക്കുക. ഇത് ഒരു കുട്ടിയുടെ ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു വാത്സല്യമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ വീട്ടിൽ പ്രസവിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയണം. അത് എന്ത് തന്നെ ആയാലും ഇതിനെ ആ ഭർത്താവോ അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ തന്നെ വാങ്ങി കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ആരും വീട്ടിൽ പ്രസവിക്കാൻ ഇനി മുതിരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.